നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. മലയാളികളുടെ സ്വന്തം നായികയാണ് മഞ്ജു വാര്യർ. 3 പതിറ്റാണ്ടിലേറെയായി സിനിമയിലുള്ള താരത്തിന് വലിയൊരു ആരാധക വൃന്ദം തന്നെയുണ്ട്. സോഷ്യൽ മീഡിയയിലും മഞ്ജുവിന് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നത്. എന്നാൽ സെലിബ്രിറ്റികൾ ഇപ്പോൾ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് സൈബർ ആക്രമണങ്ങൾ എന്നത്. വിവാഹമോചനത്തിന് ശേഷം ചിലർ മഞ്ജുവിനെ സോഷ്യൽ മീഡിയ പേജുകളിൽ മോശം കമന്റുകളുമായി എത്താറുമുണ്ട്. എന്നാൽ ഇത്തരം വിമർശനങ്ങളോടൊന്നും താരം ഒരിക്കലും പ്രതികരിക്കാറില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനാണ് മഞ്ജു എപ്പോഴും താല്പര്യപ്പെട്ടിട്ടുള്ളത്. ഇതിനിടയിലാണ് പുതിയ ചില ചിത്രങ്ങൾ മഞ്ജു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ചുവപ്പും പച്ചയും കലർന്ന ധാവണിയോടൊത്ത് കൂളിംഗ് ഗ്ലാസും വെച്ച് കുതിരപ്പുറത്തേറി വരുന്ന ചിത്രങ്ങളാണ് മഞ്ജു വാര്യർ പങ്കുവച്ചിരിക്കുന്നത്. മൈജിയുടെ ഓണം സ്പെഷ്യൽ ആഡ് ഫിലിം ഷൂട്ടിൽ എടുത്ത രംഗങ്ങളാണ് ഇത്. ഷൂട്ടിംഗിൽ 1 സെക്കൻഡ് മാത്രമാണ് മഞ്ജു വാര്യരുടെ ഈ സീൻ കാണിക്കുന്നത്. ഇത്രയും പ്രൗഢിയോടെയാണ് ആ വരവ്. ലവ് ഇമോജി മാത്രമാണ് ഫോട്ടോയ്ക്ക് മഞ്ജു നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ. ഇത്ര സുന്ദരിയായിരിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന കമന്റുമായി നടി ഋതിക സിംഗ് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇഴുതി സുട്ര എന്ന ചിത്രത്തിലൂടെ അഭിമുഖത്തിൽ നിന്ന് ബോളിവുഡ് സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് ഋതിക സിംഗ്. അവർ പോലും മഞ്ജു വാര്യരുടെ സൗന്ദര്യത്തിൽ അസൂയപ്പെടുന്നു എന്ന് കമന്റിൽ വ്യക്തമാണ്. കലക്കി എന്ന കമന്റുമായി ലിസി ലക്ഷ്മിയും എത്തിയിട്ടുണ്ട്. പലരും ഈ പ്രായത്തിലും മഞ്ജുവിന്റെ സൗന്ദര്യത്തെയാണ് പ്രകീർത്തിക്കുന്നത്. പ്രായം 50നോട് അടുക്കുമ്പോഴും മഞ്ജു യൗവനം കാത്തുസൂക്ഷിക്കുക എന്നതാണ് കൂടുതലും പേരും കമന്റിലൂടെ പറയുന്നത്. മറ്റു ചിലരാവട്ടെ കൃഷ്ണകുടിയിലെ പ്രണയകാലം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ രസകരമായ രംഗവും ഓർത്തെടുത്ത് പറയുന്നുണ്ട്. ഈ രംഗത്തിൽ മഞ്ജു വാര്യർ കഴുതപ്പുറത്ത് ഇരിക്കുന്ന രംഗം എന്നത് ഏറെ ശ്രദ്ധേയമായിരുന്നു. അന്ന് കഴുതപ്പുറത്തിരുന്ന മഞ്ജു ഇന്ന് കുതിരപ്പുറത്തിരിക്കുന്നു എന്നതാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. ഓരോ തവണയും മഞ്ജു വാര്യർ തന്റെ പുതിയ ലുക്ക് കൊണ്ട് ആളുകളെ ഞെട്ടിക്കുകയാണെന്നും ചിലർ കമന്റുകളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ചിത്രങ്ങൾക്ക് താഴെ ചിലർ മോശമായും പ്രതികരിച്ചിട്ടുണ്ട്. മഞ്ജുവിന്റെ കുടുംബജീവിതം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പ്രതികരണങ്ങൾ വരുന്നത്. എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം മകൾക്ക് അമ്മയെ വേണ്ടല്ലോ എന്നാണ് ഒരാളുടെ പ്രതികരണം. എന്നാൽ മഞ്ജു വാര്യർ അന്തസ്സായി ജീവിക്കുകയാണെന്നും ആരാധകർ മറുപടി നൽകുന്നുണ്ട്. അതേസമയം നടി മഞ്ജു വാര്യർക്കെതിരെ സംവിധായകൻ സനൽകുമാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തുറന്നടിച്ച് സംവിധായകൻ ശാന്തിവിള ദിനേശ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അനാവശ്യ ആരോപണങ്ങൾ ഉയർത്തി സനൽ സ്വന്തം പരിഹസിക്കപ്പെടുകയാണ് എന്നാണ് ശാന്തിവിള കുറ്റപ്പെടുത്തുന്നത്. മമ്മൂട്ടി അടക്കമുള്ളവരെ ഈ കേസിൽ വലിച്ചിഴക്കുന്നത് എന്തിനാണെന്നും ശാന്തിവിള ചോദിക്കുന്നുണ്ട്. സംവിധായകൻ സനൽകുമാർ ശശിധർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. മഞ്ജു വാര്യരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് എന്നെ കിറുക്കനും എന്നും ഭ്രാന്തനെന്നുമൊക്കെ ഒരുപാട് ആളുകൾ കരുതുന്നു എന്നാണ് സനൽകുമാർ ശശിധർ തന്നെ ഇപ്പോൾ പറയുന്നത്. ആര് പറയുന്നതും മഞ്ജു കേൾക്കാറില്ല, കേട്ടതായി ഭാവിക്കാറില്ല. പക്ഷെ ഇദ്ദേഹം പറയുന്നത് മഞ്ജു വാ തുറക്കണം എന്നതാണ്. 2022 മുതൽ ഈ പയ്യൻ ഒരു പെണ്ണിനെ ആരോ തീർക്കാൻ പോകുന്നു എന്ന കഥയും പറഞ്ഞ് നടക്കുകയാണ്. പോലീസുകാർ എടുത്ത കേസ് എന്റെ പ്രാണപ്രേയസി കൊടുത്തതല്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. 2022 തൊട്ട് 4 വർഷമായിട്ട് ഇത് തന്നെയാണ് പണി. നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇന്ന് പൂർണ്ണമായും കുടുംബജീവിതത്തിലേക്കാണ് നടി കാവ്യ മാധവൻ ശ്രദ്ധ നൽകുന്നത്. മകൾ മഹാലക്ഷ്മിക്ക് കാര്യങ്ങളുമായി കാവ്യ എപ്പോഴും തിരക്കിലാണ് എന്നാണ് ദിലീപ് പറയാറുള്ളത്. മകളുടെ വികൃതികളെ കുറിച്ച് ഒരിക്കൽ ദിലീപ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മഹാലക്ഷ്മിക്ക് ഫോൺ എടുക്കുവാനുള്ള അനുവാദമില്ല, പക്ഷെ അവൾ കട്ടെടുക്കാറുണ്ട്. ലോക്ക് ചെയ്ത് വെച്ചാലും ക്യാമറ ഓൺ ആക്കാൻ പറ്റുമല്ലോ. വീഡിയോ എടുത്ത് നമ്മൾ അറിയാതെ അതിനകത്തിടും. ചുറ്റിലും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി വീഡിയോ ഓൺ ആക്കി സംസാരിക്കും. ഹലോ ഗൈസ്, ഞാൻ മഹാലക്ഷ്മി എന്നൊക്കെ പറയും. പേര് മുഴുവനായും വായിൽ വരില്ല. നമ്മൾ അവളുടെ സ്കൂളിൽ പോകുന്നതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. വീട്ടിൽ അച്ഛ എന്ന് വിളിക്കുന്നവൾ സ്കൂളിൽ വെച്ച് ഡാഡി എന്നേ വിളിക്കാറുള്ളൂ. എവിടെ ചെന്നാലും തമാശ പറഞ്ഞ ആളാകാനുള്ള ശ്രമമൊക്കെ അവൾക്കുണ്ടെന്നും ദിലീപ് അന്ന് പറഞ്ഞിരുന്നു. മീനാക്ഷിയും മഹാലക്ഷ്മിയും വ്യത്യസ്തരാണെന്നും ദിലീപ് പറയുന്നുണ്ട്. മീനാക്ഷി വളരെ സൈലന്റ് ആണ്, എല്ലാ കാര്യങ്ങളും കേട്ടിരിക്കും. തമാശകൾ കേട്ടാൽ പൊട്ടിച്ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യും. മക്കളിൽ ഒരാൾ സൈലന്റും മറ്റേയാൾ വയലന്റുമാണെന്നും ദിലീപ് പറയുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് കാവ്യയാണെന്നും ദിലീപ് പറയുന്നുണ്ട്. 2016 പുറത്തിറങ്ങിയ പിന്നെയുമാണ് കാവ്യ മാധവൻ അവസാനമായി അഭിനയിച്ച സിനിമ. അതേ വർഷം ദിലീപുമായുള്ള വിവാഹം നടക്കുകയായിരുന്നു. പിന്നീട് അഭിനയ രംഗത്ത് നിന്നും കാവ്യ മാറി നിൽക്കുകയായിരുന്നു. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകുകയാണ് താരം. ഒപ്പം ലക്ഷ്യ എന്ന തന്റെ സ്ഥാപനവും നടത്തുന്നുണ്ട്. കാവ്യ സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണം എന്നതാണ് ആരാധകരുടെ ആഗ്രഹം. 2000ന്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിലെ തിരക്കേറിയ നടിമാരിൽ ഒരാൾ കൂടിയായിരുന്നു കാവ്യ മാധവൻ. എന്നാൽ അന്നും വിവാഹിതയായി കുടുംബജീവിതം നയിക്കണമെന്നാണ് കാവ്യ ആഗ്രഹിച്ചത്. ഇന്ന് താൻ ആഗ്രഹിച്ചതുപോലൊരു ജീവിതം നയിക്കുകയാണ് കാവ്യ മാധവൻ.
ആര്യയ്ക്കൊപ്പം തമിഴിൽ ചെയ്ത മിസ്റ്റർ എക്സ് എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിൽ മഞ്ജു വാര്യരുടേതായി പുറത്തിറങ്ങിയത്. ഹാപ്പി ലൂപ്പ്, നേരെ ചൊവ്വേ, ഒടിയൻ, ദ ഏജ് ഓഫ് ഇല്യൂഷൻ എന്നീ ചിത്രങ്ങളാണ് ഇപ്പോൾ മലയാളത്തിൽ മഞ്ജു വാര്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദിയിൽ അമേരിക്കി പണ്ഡിറ്റ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മഞ്ജു പൂർത്തിയാക്കിയതാണ്. സിനിമയെക്കുറിച്ച് മറ്റ് അപ്ഡേറ്റുകൾ ഇതുവരെയും വന്നിട്ടില്ല. ഇപ്പോൾ സിനിമകളേക്കാൾ തന്റെ ബക്കറ്റ് ലിസ്റ്റ് ആഗ്രഹങ്ങൾ ഓരോന്നായി പൂർത്തിയാക്കുന്ന തിരക്കിലാണ് മഞ്ജു വാര്യരുള്ളത്. ഒരുപാട് യാത്രകൾ ചെയ്യുന്നുണ്ട്. മുൻപ് മാറ്റിവെച്ചിരുന്ന ചിത്രകലയും മറ്റും പൊടി തട്ടി എടുക്കുന്നുമുണ്ട്. ബൈക്ക് റൈഡുകൾ നടത്തുന്ന ചിത്രങ്ങളും മഞ്ജു തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട്.